2020 കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിക്കൊപ്പം ചേർന്നത്. എൻ.ഡിയുടെ തോൾചാരി നടക്കാൻ തീരുമാനിച്ചത്. സാബു എം ജേക്കബും അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും രണ്ടുപേരും ചേർന്നുള്ള വാർത്താ സമ്മേളനം നമ്മൾ ഇന്നലെ കേട്ടു. അതിനുശേഷം ബി.ജെ.പിയുമായി ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ഐത്തവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് സാബു എം ജേക്കബ് പറയുകയും ബി.ജെ.പിക്കൊപ്പം ചേർന്ന് എൻ.ഡി.എ മുന്നണിക്കൊപ്പം തുടരുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തുകയും ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോ ഈ 2020 ബി.ജെ.പി സഖ്യത്തിൽ പ്രതിഷേധിച്ച് എറണാകുളം കിഴക്കമ്പലത്ത് 2020യിൽ കൂട്ടരാജി എന്ന വാർത്തയാണ് വരുന്നത്. രാജിവെച്ച 12 2020 പ്രവർത്തകർ CPIM-ൽ ചേർന്നു. പ്രവർത്തകരെ CPIM പ്രാദേശിക നേതാവ് AK നിസാറിന്റെ അധ്യക്ഷതയിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിനെ, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സാബു മുതലാളി പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. 2020യിൽ എല്ലാവരുടെയും അഭിപ്രായം കണക്കാക്കിക്കൊണ്ടായിരുന്നില്ല ഇന്നലെ പാർട്ടി എൻ.ഡി.എക്കൊപ്പം ചേർന്നതെന്നാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം സാബു മുതലാളിയുടെ വാക്കുകൾ പോലെ ആയിരുന്നില്ല ആളുകൾ എടുത്തിരിക്കുന്നത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയമൊന്നും മനസ്സിലല്ലാതിരുന്ന ജനങ്ങൾ 2020 നൽകിയ വാഗ്ദാനങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ പാർട്ടിയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഇന്നലെ എൻ.ഡിയോടൊപ്പം 2020 ചേർന്നതോടുകൂടി വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 12ഓളം പേര് ഇന്നലെ തന്നെ രാജിവെച്ച് അവർ CPM-നോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ആളുകൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും 2020യെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തകർക്ക് വലിയ പ്രതിഷേധം ഇതിലുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ സാബുവിൻ്റെ ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ ആളുകളുടെ ഒരു കൂട്ടരാജിയൊക്കെ ഉണ്ടായത്. ഇനിയും കൂടുതൽ രാജികൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മെമ്പർമാരടക്കമുള്ളവർ വലിയ പ്രതിഷേധത്തിലാണ്. ഇന്ന് സാബുവിൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിന് ശേഷമായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാകുക. അതുവരെയും ആരും നടപടികളിലേക്കൊന്നും പോകരുത്, സാബുവിന് പറയാനുള്ളത് കൂടി കേൾക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഇന്നലെ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് മെമ്പർമാരെയൊക്കെ വിളിച്ച് കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരും രാവിലെ രാജിയോ മറ്റു കാര്യങ്ങളിലേക്കോ കടക്കാത്തത്. വരും മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധവും പൊട്ടിത്തെറിയും കിഴക്കമ്പലത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സേതു.